മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിന് ഒരൽപ്പം നീളമുള്ള സൂറത്ത് ഓതിയപ്പോഴാ ഹബീബായ നബി തങ്ങൾ ചോദിച്ചത് അഫത്താനുൻ അൻത യാ മുആദ്, മുആദേ നിങ്ങൾ ഫിത്ന ചെയ്യുന്ന ആളാണോ എന്ന് ചോദിച്ചു ഹബീബായ നബി തങ്ങൾ. മുആദ് റളിയല്ലാഹു അൻഹു ആരാന്നറിയോ? പണ്ഡിതന്മാരുടെ നേതാവാണ്. യസ്ബിഖുൽ ഉലമാ ഇലൽ ജന്നതി ബിറത്വതി ഹജറിൻ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ സ്വഹാബിയാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. ആലിമീങ്ങൾ മുഴുവൻ സ്വർഗ്ഗത്തിലേക്ക് കടക്കുന്നതിന്റെ ഒരു കാലം മുമ്പ് മുആദ് എന്നവർ സ്വർഗ്ഗത്തിൽ കടന്നിരിക്കും. പണ്ഡിതന്മാരുടെ നേതാവാണ്. സയ്യിദുൽ ഉലമാഇ വസാബിഖുഹും ഇലൽ ജന്ന, അവരാണ് മുആദ് തങ്ങൾ. ആ സ്വഹാബിയോട് തങ്ങൾ പറഞ്ഞു, മുആദേ നിങ്ങൾ ജനങ്ങളെ ബുദ്ധിമുട്ടാക്കുകയാണോ? എന്താ കാരണം എന്നറിയോ? നിസ്കാര ഇശായിൽ ദീർഘമായി സൂറത്ത് ഓതിയതാ വിഷയം. അന്നൊരു അൻസ്വാരിയായ കർഷകൻ നിസ്കരിക്കാൻ വേണ്ടി വന്നിരിക്കാൻ. മുആദ് എന്നവർ ഇമാമാണ്. മുആദ് എന്നവർ ചെയ്തിരുന്ന പണി എന്ന് വെച്ചാൽ റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ മദീനത്തെ പള്ളിയിൽ ജമാഅത്തായിട്ട് ഹബീബിന്റെ കൂടെ മഅ്മൂമായി നിസ്കരിക്കും. എന്നിട്ട് സ്വന്തം നാട്ടുകാർക്ക് മഹല്ലുകാർക്ക് സുന്നത്താണ് മൂപ്പർക്ക് ഇശാഇന്റെ ഇമാമായി നിസ്കരിക്കും. മൂപ്പരുടെ ഇശാ നിസ്കരിച്ചിട്ടുണ്ടാവും. പക്ഷെ ജനങ്ങൾക്ക് വേണ്ടി മൂപ്പർ എന്ത് ചെയ്യും? ഇമാമായി നിസ്കരിക്കും മഹല്ലിൽ ചെന്നിട്ട്. അങ്ങനെ നിസ്കരിച്ചിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്.